ഹായ് മക്കളെ, ഞാൻ നിങ്ങളുടെ അനുപ ടീച്ചറാണ്. അപ്പോൾ നിങ്ങളിൽ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു 10ാം ക്ലാസ്സിലെ പാഠം കൂടി ഒന്ന് മലയാളം എക്സ്പ്ലനേഷൻ ചെയ്ത് തരുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഇതിട്ട് തരാമെന്ന് വിചാരിച്ചത്. നമ്മൾ നോക്കുന്നത് ഇക്കായി 1ലുള്ള ബീർബഹൂട്ടി എന്ന് പറയുന്ന പാഠഭാഗമാണ്. അപ്പോൾ ബീർബഹൂട്ടി എഴുതിയത് പ്രഭാതാണ്. ഇതൊരു കഹാനിയാണ്. കഹാനി മീൻസ് കഥയാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ പറയുന്ന ബീർബഹൂട്ടി എന്ന് പറയുന്നത്. ബീർബഹൂട്ടി എഴുതിയത് പ്രഭാതാണ് കേട്ടോ. പ്രഭാത് എന്ന് പറയുന്നത് യുവ എഴുത്തുകാരനാണ്. അപ്പോൾ പ്രഭാതിനെ കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രൊഫൈലൊന്നും തയ്യാറാക്കാൻ ചോദിക്കില്ല. അപ്പോൾ യുവ കവിയായിട്ടുള്ള പ്രഭാതിൻ്റെ ജന്മം എന്ന് പറയുന്നത് രാജസ്ഥാനിലെ കരൗലിയിലായിരുന്നു. അതും 1972 അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം കവി എന്നതിലുപരി അദ്ദേഹം അതിനോടൊപ്പം തന്നെ ഒരു കഥാകൃത്ത് കൂടിയാണ്. കാസിബായി, പാനി കി ഗാഡിയോമേ, ജൂജിതാ രഹ, ജാത്താ രഹ തുടങ്ങിയവ ആപ്കി പ്രമുഖ രചനയെ തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ രചനകളാണ് കേട്ടോ. ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾക്ക് ലേഖകനെ കുറിച്ച് അറിഞ്ഞിരിക്കണം കേട്ടോ. ബാദൽ ബഹുത്ത് ബർസ് ലിയേ थे, फिर भी बहुत सारा पानी उनमें भिजा हुआ था. അപ്പോൾ ബാദൽ ബഹുത്ത് ബർസ് ലിയേ थे, നന്നായിട്ട് എന്ത് പെയ്തിട്ടുണ്ടായിരുന്നു? മഴ പെയ്തിട്ടുണ്ടായിരുന്നു. ഫിർഫി ബഹുത്ത് സാരാ പാനി ഉന്മേ ബെജാ ഹുവാത്ത. അപ്പോൾ നന്നായിട്ട് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ കൂടിയും നമ്മൾ നോക്കുമ്പോൾ തന്നെ മേഘത്തിൽ കുറച്ച് വെള്ളം തങ്ങി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ കുറേ വെള്ളം എവിടേക്ക് തങ്ങി നിൽപ്പുണ്ടെന്നറിയോ? വേ ഖേത്തോ, വയലുകളിലും, ജംഗലോങ്കെ ഊപ്പർ ഛായേ ഹുയേത്തെ, അപ്പോൾ വനത്തിൻ്റെ മുകളിലുമൊക്കെ ഇപ്പോഴും എന്തുണ്ട്? കുറേ വെള്ളം തങ്ങി നിൽപ്പുണ്ട്. സാര ആകാശ് മേഘോംസെ ഫരാത്ത, ആകാശം നിറച്ച് മഴമേഘങ്ങൾ നിറഞ്ഞിട്ടുണ്ടായിരുന്നു. മേഘോങ്കി ഛായാവുമേ ഗീലി ഹവായേം ഇതർ ഉദർ ഘൂം രഹി തി. അപ്പോൾ ആ മേഘങ്ങൾക്ക് താഴെയായിട്ട് ഗീലി ഹവായേം, ഹവ എന്ന് പറഞ്ഞാൽ കാറ്റാണ് കേട്ടോ. ഗീലി ഹവ എന്ന് വെച്ചാൽ നല്ല ഈർപ്പമുള്ള കാറ്റാണ് കേട്ടോ. ഈർപ്പമുള്ള കാറ്റ് വീശുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ നനഞ്ഞ കാറ്റ് അടിക്കുന്നുണ്ടായിരുന്നു, നല്ല തണുത്ത കാറ്റ്. പേടോങ്കെ തന്നെ അബീബി ഗീലേത്തെ, തനെ മീൻസ് ശരീരം എന്നാണ് കേട്ടോ. പേടോങ്കെ തന്നെ എന്ന് പറഞ്ഞാൽ മരത്തടിയാണ് കേട്ടോ. മരത്തിൻ്റെ തടിയൊക്കെ ഇപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നനഞ്ഞിട്ടുണ്ടായിരുന്നു. മൂങ്ക് ഫലിയോങ്കെ ഹരേ ഖേത്തോമേ പീലെ ഫൂൽ അബീബി ഗീലേത്തെ. അപ്പോൾ അവിടെ കൃഷി ചെയ്തിട്ടേക്കുന്ന മൂങ്കുഫലയാണ് കേട്ടോ. നിലക്കടല, നമുക്ക് കപ്പലണ്ടി എന്നുള്ള അർത്ഥം എടുത്താൽ മതി. അപ്പോൾ നിലക്കടലകളുടെ ആ വയലെന്ന് പറയുന്ന ഹരേ ഖേത്താണ് കേട്ടോ. പച്ചപ്പ് നിറഞ്ഞ വയലുകളിൽ അവയുടെ പൂക്കളെന്ന് പറയുന്നത് പീലേ ഫൂലാണ്, മഞ്ഞ പൂക്കളാണ് കേട്ടോ. അപ്പോൾ മൂങ്കുഫലി കൃഷി ചെയ്തിട്ടിരിക്കുന്ന നല്ല പച്ചപ്പ് നിറഞ്ഞ വയൽ, അവിടെ നല്ല മഞ്ഞ പൂക്കൾ, അതിൻ്റെ മഞ്ഞ പൂക്കളും അബീബി ഗീലേത്തെ ഇപ്പോഴും നനവുണ്ടായിരുന്നു കേട്ടോ, നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഖേത്തോമേൻ ചോട്ടാ ചോട്ടാ ബാജ്ര ഉഗാത്ത. അത് മാത്രമല്ല, വയലിൽ ചോളച്ചെടികൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുളച്ച് നിൽപ്പുണ്ടായിരുന്നു. ചെറിയ ചെറിയ ചോളച്ചെടികൾ മുളച്ച് നിൽപ്പുണ്ടായിരുന്നു. ബാജറയ്ക്ക് ലെമ്പെ പത്തലെ പാത്തോമേ പാനി കി ബൂന്തെ അട്ക്കി ഹുയി തി. അത് മാത്രമല്ല, അതിനിടയ്ക്കായിട്ട് ഈ ബാജ്ര മുളച്ചിപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ആ ബാജ്രയുടെ ലെമ്പെ പത്തലെ പാത്തോം മീൻസ് ഇലകളാണ് കേട്ടോ. ഈ ബാജ്രയുടെ അല്ലെങ്കിൽ ചോളത്തിൻ്റെ ഇല എന്ന് പറയുന്നത് നല്ല ലെമ്പയാണ്, ലെമ്പെ നീളമുള്ള, പത്തലെ എന്ന് പറഞ്ഞാൽ മെലിഞ്ഞ ഇലകളിൽ പാനി കി ബൂന്തെ അട്ക്കി ഹുയി തി, ഇപ്പോഴും വെള്ളത്തുള്ളികൾ എന്ത് ചെയ്തിട്ടുണ്ട്? പറ്റിപ്പിടിച്ച് ഇരിപ്പുണ്ടായിരുന്നു. बारिश की हवा में गीले खेतों और बारिश की हरियाली की गंध उठी हुई थी. അപ്പോൾ പറയാണ് ബാരിഷ് കി ഹവാമേ, ആ മഴ പെയ്ത് ആ നനഞ്ഞ കാറ്റും, ആ മഴ പെയ്ത് കിടന്ന നനഞ്ഞ വയലുകളും, അതുപോലെ തന്നെ ആ പച്ചപ്പിൻ്റെ ആ ഒരു ഗന്ധവും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു മഴ പെയ്ത് തോർന്ന് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ, അതാണ് നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഈ മൂങ്കുഫലിയുടെ പൂവിൻ്റെ കളർ പീലേ ഫൂലെന്നുള്ളത് നമ്മളൊന്ന് ഓർത്ത് വെച്ചേക്കണം. പിന്നെ ചോദിച്ചിട്ടുള്ളത് കീ ബൂന്തേം, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. കീ ബൂന്തേം എന്ന് പറഞ്ഞാൽ തുള്ളികളാണ് കേട്ടോ. പാനി കീ ബൂന്തേം, അതായത് വെള്ളത്തുള്ളികൾ. ആ ബൂന്തേം എന്ന് പറയുന്ന വേർഡ് സ്ത്രീലിംഗം ബഹുവചനമാണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഗ്രാമറിൻ്റെ ഒരു ക്ലാസ് ഇട്ടുതരാം, അപ്പോൾ ഞാൻ അത് വ്യക്തമായിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഉനേം ബീർബഹൂട്ടിയും സെ മിൽന ഹോത്താത്ത, അവർക്ക് ആരെ കാണണമായിരുന്നു? ബീർബഹൂട്ടികളെ കാണണമായിരുന്നു. ഇവിടെ അവർ എന്ന് പറയുന്നത് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സാണ് കേട്ടോ. സാഹിൽ എന്ന് പറയുന്ന ആൺകുട്ടിയും ബേല എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. പക്ഷെ അവരെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് അടുത്ത ഭാഗത്തിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ
അവർക്ക് എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളത്, പേര് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഈ അവർ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സാഹിലിനും ബേലയ്ക്കുമാണ്. അവർക്ക് ആരെ കാണണം? ബീർ ബഹുട്ടികളെ കാണണം. ഈ ബീർ ബഹുട്ടി എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം ലേഡി ബേർഡ് എന്നാണ് കേട്ടോ. നല്ല റെഡ് കളറിൽ, ചെറിയ ചുമന്ന കളറിലിരിക്കുന്ന നല്ല രക്ത കളറിലുള്ള വണ്ടുകളാണ് കേട്ടോ ബീർ ബഹുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് ബീർ ബഹുട്ടികളെ കാണണമായിരുന്നു. സോവേ സ്കൂൾ കേലിയെ ഗർസെ കുച്ച് സമയം പഹലെ നികളാത്തേത്തെ. അതുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് എന്ത് ചെയ്തു? വീട്ടിൽ നിന്ന് കുറച്ച് സമയം പഹലെ മുന്നേ തന്നെ അവരെന്ത് ചെയ്തു? പുറപ്പെട്ടു. കസ്ബേ സെ സടെ ഇൻ ഖേത്തോമേം ബീർ ബഹുട്ടിയാം ഖോജ കർത്തേത്തെ. കസ്ബേ എന്ന് പറഞ്ഞാൽ ചെറിയ പട്ടണമാണ് കേട്ടോ. കസ്ബേ എന്ന് പറയുന്നത് അവരുടെ ആ ഒരു പട്ടണത്തിൻ്റെ പേര് പറഞ്ഞിട്ടില്ല, അടുത്തേനെ കാണിച്ചു തരുള്ളൂ. നിങ്ങൾക്ക് പട്ടണത്തിൻ്റെ പേരൊക്കെ ഫുലേര എന്നാണ് കേട്ടോ അവരുടെ ആ ഒരു ചെറിയ പട്ടണത്തിൻ്റെ പേര്. അപ്പോൾ ആ ഫുലേരയോട് ചേർന്ന് കിടക്കുന്ന, സടയെന്ന് വെച്ചാൽ ചേർന്ന് കിടക്കുന്ന ഇൻ ഖേത്തോമേ, ഈ വയലുകളിലാണ് അവർക്ക് ആരെ അന്വേഷിക്കേണ്ടത്? ബീർ ബഹുട്ടികളെ അന്വേഷിക്കേണ്ടിയിരുന്നത്. സുർക്ക്, മുലായം, ഗദ്ബതി, ബീർ ബഹുട്ടിയാം. ഇനി ബീർ ബഹുട്ടിയുടെ വിശേഷതകളെക്കുറിച്ച് പറയുകയാണ് കേട്ടോ. സുർക്ക് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് രക്ത കളറിൽ ഉള്ളതാണ് കേട്ടോ. സുർക്ക് എന്ന് പറഞ്ഞാൽ നല്ല രക്ത നിറമെന്നാണ്. മുലായമിനും ഗദ്ബതിക്കും ഒരേ അർത്ഥം തന്നെയാണ്, സോഫ്റ്റ് എന്നുള്ള അർത്ഥം. അപ്പോൾ ബീർ ബഹുട്ടിയുടെ വിശേഷതകളാണ്, അത് നല്ല രക്ത കളറിലുമാണ്, അതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. ആരും നമ്മുടെ ഈ ബീർ ബഹുട്ടികൾ കാണാൻ വേണ്ടിയിട്ടേ നല്ല സോഫ്റ്റാണ്, അതുപോലെ രക്ത കളറുമാണ്. ധർത്തി പർ ചൽത്തി ഫിർത്തി കൂൺകി പ്യാരി പ്യാരി ബൂന്തെ. അതുപോലെ ഭൂമിയിലൂടെ നടന്നു പോകുന്ന രക്തത്തുള്ളികളാണെന്നേ നമുക്ക് ആരെ കണ്ടാൽ തോന്നുള്ളൂ? ബീർ ബഹുട്ടികളെ കണ്ടാൽ തോന്നുള്ളൂ. ഉൻകെ ബസ്തെ ഉൻകെ പീഡ് പർ ലതേ ഹോത്തേത്തെ കന്തോം പർ ടങ്കേ ഹോത്തേത്തെ. അപ്പോൾ ബസ്തെ എന്ന് വെച്ചാൽ ബാഗാണ് കേട്ടോ. അവരുടെ സ്കൂൾ ബാഗ്, മുതുകത്തിട്ടിരുന്ന സ്കൂൾ ബാഗും ഇട്ട് തറയിലിരുന്നിട്ടാണ് ഈ ബീർ ബഹുട്ടി അന്വേഷിക്കുക. അതും മഴ പെയ്ത് തോർന്ന് കിടക്കുന്ന ആ വയലിലാണ് കേട്ടോ. അപ്പോൾ ഷോൾഡറിലേക്ക് ഇങ്ങനെ ബാഗ് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടപ്പുണ്ട്. വേ ഏക്ക് ദൂസരേക്ക് ബഹുത്ത് നസ്ദീക് രഹ്കർ. അവർ രണ്ടുപേരും അടുത്തടുത്തിരുന്നു. ബൽക്കി കഹന ചാഹിയെ ബിൽക്കുൽ സട്കർ. പറയുവാണെങ്കിൽ ചേർന്നിരുന്നാണ് ആരെ അന്വേഷിക്കുക? ബീർ ബഹുട്ടിയാം കോജിത്തേത്തെ, ബീർ ബഹുട്ടികളെ അന്വേഷിക്കുന്നത്. ഉനേം ദേഖനെ കേലിയെ വേ ബാരിഷ് കി ഗന്ധ് ഭരി പൂരി സമയം പുർ ബൈഠ് ജായ കർത്തേത്തെ. അപ്പോൾ അവയെ നോക്കുന്നതിന് വേണ്ടി ആ മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന ആ മണ്ണിൽ അവരിരുന്നിട്ടാണ് ആരെ അന്വേഷിക്കുക? ബീർ ബഹുട്ടിയെ അന്വേഷിക്കുക. ഈ പാരഗ്രാഫിൽ മെയിനായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർ എവിടെയാണ് ബീർ ബഹുട്ടിയെ അന്വേഷിച്ചതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കസ്ബേ സെ സടെ ഖേത്തിലാണ് ഇവർ ബീർ ബഹുട്ടികളെ അന്വേഷിച്ചത്. ഇനി ബീർ ബഹുട്ടിയുടെ വിശേഷതകൾ ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അത് സുർക്ക്, മുലായം, ഗദ്ബതി മറന്നു പോകാണ്ട് പഠിച്ച് വെച്ചിട്ട് എഴുതണം കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുണ്ട് അവർ എങ്ങനെ ഇരുന്നാണ് ബീർ ബഹുട്ടിയെ അന്വേഷിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വേ ഏക്ക് ദൂസരെ സെ ബഹുത്ത് നസ്ദീക് രഹ്കർ ബൽക്കി കഹന ചാഹിയെ ബിൽക്കുൽ സട്കർ ബീർ ബഹുട്ടിയ കോജിത്തേത്തെ. ഇത്ര കാര്യങ്ങൾ അതിൽ ഓർത്തു വയ്ക്കുക. ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം കേട്ടോ. ബേല ദേഖോ ഇസ് ബീർ ബഹുട്ടി കാ രംഗ് തുമാരെ റിബൺ ജൈസാ ലാൽ ഹേ, സാഹിലിനെ കഹ. അപ്പോൾ സാഹിൽ പറയാണ്, ബേല നോക്കൂ, ഈ ബീർ ബഹുട്ടിയുടെ നിറം എന്ന് പറയുന്നത് നിൻ്റെ റിബൺ പോലെ ചുമന്നിട്ടാണ്. നാര് പറയാണ്? സാഹിൽ പറയാണ് കേട്ടോ. തുമ്നെ കുച്ച് സുനാ ബേല. അപ്പോൾ ബേല റിപ്ലൈ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ സാഹിൽ വീണ്ടും ചോദിച്ചു, നീ എന്തേലും കേട്ടോ? ബേല എന്ന് ചോദിക്കുകയാണേ. ഹാ സുന, ഞാൻ കേട്ടു. പഹലി ഗണ്ടിയിലേക്ക് ഗയി ഹേ. സ്കൂളിൽ എന്തടിച്ചു? ഫസ്റ്റ് ബെല്ല് അടിച്ചു എന്ന് പറയാണ് ബേല. ലേക്കിൻ മുച്ചെ പെൻമേ സ്യാഹി ഫർവാനി ഹേ ദുക്കാൻ സേ. അപ്പോൾ സാഹിൽ പറയാണ്, പക്ഷേ എനിക്ക് എന്ത് ചെയ്യാനുണ്ട്? പേനയിൽ മഷി നിറയ്ക്കാനുണ്ട് കടയിൽ നിന്ന് എന്ന് സാഹിൽ ബേലയോട് പറയാണ്. എന്തുകൊണ്ടായിരിക്കാം മഷി നിറയ്ക്കണം എന്നൊക്കെ പറഞ്ഞത്? അന്നത്തെ കാലം, അതായത് ഏകദേശം 1981 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ മഷി നിറയ്ക്കുന്ന പേനകളാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് സാഹിലിന് കടയിൽ നിന്ന് മഷി നിറയ്ക്കണം എന്ന് ആര് പറഞ്ഞത്? സാഹിൽ പറഞ്ഞത്. ഈ ഭാഗത്തുനിന്ന് മെയിനായിട്ട് ചോദിക്കുക എന്ന് പറയുന്നത് പട്കഥയാണ് കേട്ടോ. പട്കഥ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാലോ, ആദ്യം ദൃശ്യം 1 എഴുതുക, അതിനുശേഷം സ്ഥാനം എഴുതുക, ഏത് സ്ഥലത്താണ് കഥ നടക്കുന്നതെന്നുള്ളത്, പിന്നെ സമയം എഴുതുക, എത്ര മണി സമയത്താണ് അത് നടക്കുന്നതെന്നുള്ളത്, പിന്നെ പാത്രം വയ്ക്കുക, കഥാപാത്രങ്ങൾ ആരൊക്കെയാണ് അവിടെയുള്ള, പിന്നെ ഉമ്ര് വയ്ക്കുക, ഉമ്ര് മീൻസ് അവരുടെ ഏജ് എത്രയാണെന്ന് എഴുതുക, പിന്നെ വേഷഭൂഷ അവരുടെ ഡ്രസ്സിങ് എഴുതുക, പിന്നെ ആ സിറ്റുവേഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. മഴ പെയ്ത് നനഞ്ഞു കിടക്കുന്ന മണ്ണിലിരുന്ന് സാഹിലും ബേലയും ബീർ ബഹുട്ടി അന്വേഷിക്കുന്നു എന്നുള്ള ആ ഒരു സീനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതി കൊടുക്കുക. അതാണ് ഒരു പട്കഥ എന്ന് പറയുന്നത്. ഇതെല്ലാം വിശദമായിട്ട് വേറൊരു വീഡിയോയിൽ ഞാൻ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ അത് മെയിനായിട്ട് പട്കഥയാണ് എന്നുള്ളത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം.
1981 का साल 1981 കാലഘട്ടമാണ്. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. അപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിനടുത്ത് യാത്രാ വാഹനങ്ങളെ കൊണ്ടും ചരക്ക് വാഹനങ്ങളെ കൊണ്ടും എപ്പോഴും നിറഞ്ഞിരിക്കുന്ന ഒരു ജംഗ്ഷനാണ് ഇവരുടെ ഫുലേര എന്ന് പറയുന്ന ജംഗ്ഷൻ. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, എവിടെയാണ് അവരുടെ ഫുലേര എന്നുള്ളത് ഓർക്കുക കേട്ടോ. രാജസ്ഥാനിലെ ജയ്പൂരിന് സമീപമാണ്. 1981 കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. ഇനി ഫുലേരയെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഈ പാരഗ്രാഫ് ഒരുപാട് പ്രാവശ്യം ഒന്നും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കണം എന്താണ് ആ ഫുലേര ജംഗ്ഷൻ എന്നുള്ളത്. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ്ക് ഗലിയാം, ആ ചെറിയ പട്ടണത്തിലെ ഇടുങ്ങിയ തെരുവുകൾ. ഗലിയോമേ ഖാമോഷ് ഖഡേ ബിജലി കെ കമ്പെ, ആ തെരുവിൽ നിശബ്ദം നിൽക്കുന്ന ഇലക്ട്രിക് പോസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും. കമ്പൂങ്കെ ബീച്ച് കീഞ്ചി താരോങ്കി കതാരം, ആ ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിലൂടെ എന്ത് വലിച്ചു കെട്ടിയിട്ടുണ്ട്? ഇലക്ട്രിക് കമ്പികൾ വലിച്ച് കെട്ടിയിട്ടുണ്ട്. ഇൻ ഗലിയോ में जहाँ तहाँ दिखाई पड़ते മീറ്റിംഗ് കണ്ടിയാൻ ബജാത്തെ ഫേരി വാലെ, അത് മാത്രമല്ല ആ തെരുവിൽ അങ്ങും ഇഞ്ഞും കച്ചവടം നടത്തുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഏക്ക് അന്തേരീസി ഗലിയുമേ, അതുപോലെ നല്ല ഇരുട്ടുള്ള തെരുവാണ്. ചെഹസാത്ത് ഗദ്ദോങ്കി ഖുരോങ്കി ടാപ്പോങ്കി ആവാസ്, 6-7 കഴുതകളുടെ ഖുരോങ്കി ടാപ്പോങ്കി ആവാസ് എന്ന് പറഞ്ഞാൽ കുളമ്പടി ശബ്ദം നമ്മൾ കേൾക്കുന്നുണ്ട് കേട്ടോ. ഉൻകെ പീച്ചെ ചൽത്താ ബദൻ ഉഗാടെ കുംഭാർ, അതുമാത്രമല്ല ആ കഴുതകളുടെ പുറകിലൂടെ നടന്നു പോകുന്ന കൊശവന്മാരെ, അതായത് മൺപാത്രങ്ങളും കലങ്ങളും ഒക്കെ ഉണ്ടാക്കി വിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ ഈ കുംഭാർ എന്ന് പറയുന്ന. അപ്പോൾ കൊശവന്മാരെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇസി ദൃശ്യക്കെ ബീച്ച് സെ ഗുസർത്തെ ഹുയെ ദോ സ്കൂളിൽ ബെച്ച് ബേല ഓർ സാഹിൽ, ഇത്രയും ദൃശ്യങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന 2 സ്കൂൾ കുട്ടികളാണ് സാഹിലും ബേലയും. ഇവിടെയാണ് ആക്ച്വലി നമുക്ക് ആ കുട്ടികളെ കാണാൻ പറ്റുക കേട്ടോ. ആദ്യത്തെ പാരഗ്രാഫിലൊന്നും കുട്ടികളെ പറഞ്ഞിട്ടില്ല. ഉൻ ദിനോ പെൻമേ 5 പൈസമേ നീലി സ്യാഹി ഫടി ജാതി തി, അന്നൊക്കെ 5 പൈസ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നീലമഷി നിറയ്ക്കാൻ പറ്റും. സ്റ്റേഷനറിക്ക് ദുക്കാൻ വാലെ ട്രാമ്പർ സ്റ്റെ പെൻമേ സ്യാഹി ഭർത്തേത്തെ, കടയിൽ ചെന്ന് 5 പൈസ കൊടുത്ത് എന്നാൽ കടക്കാരൻ എന്ത് ചെയ്യും? അവിടുത്തെ മഷിക്കുപ്പിൽ നിന്ന് നമുക്ക് പേനയിൽ മഷി നിറച്ച് തരുമായിരുന്നു. അപ്പോൾ ഈ ഭാഗം പരീക്ഷയ്ക്ക് ശരിക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിട്ടില്ല, എന്നാലും നമുക്കത് നോക്കി വെക്കാം. അപ്പോൾ ഇനി അടുത്ത ഭാഗം ടീച്ചർ അടുത്ത വീഡിയോ ആയിട്ട് ഇട്ടുതരാം. കുറച്ച് ലെങ്ത് കൂടിപ്പോയാൽ നിങ്ങൾക്ക് കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ 2 ക്ലാസ് കൊണ്ട് ഇത് ഫുള്ള് പറഞ്ഞ് ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ബൈ. കുറച്ച് സ്പീഡുണ്ട്, എന്നാലും അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ച ആൾക്കാരായിരിക്കാം ഇത് ചോദിച്ചിട്ടുണ്ടാവുക, ചിലപ്പോൾ ക്ലാസ്സിലില്ലാത്ത കുട്ടികളാവാം, അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിന് പറഞ്ഞു പോയാൽ കേട്ടോ.